സർ, ഹോർമൂസിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ ആരായുന്നത് മറ്റെന്ത് വഴിയാണുള്ളത്? ഈ രീതിയിലേക്ക് വാണിജ്യപരമായുള്ള ആവശ്യങ്ങൾക്ക് ഏത് തുറമുഖത്തെ ആശ്രയിക്കും എന്നതൊരു വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട്. ചെങ്കടലായിരുന്നു ആദ്യമുള്ള ഒരു പ്രതീക്ഷയെങ്കിൽ ചെങ്കടലിന് മേൽ ഹൂതികളുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മാർഗം അനിവാര്യമല്ല ഈ അടുത്ത കാലത്തൊന്നും. അവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു പ്രസക്തി വരുന്നത്. പലരും പറയുന്നത് കേട്ടു, വിഴിഞ്ഞം തുറമുഖത്തെ ഇപ്പോൾ കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ മറ്റു ലോകരാജ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ ഹോർമൂസിലെ പ്രതിസന്ധിയെ ഇവിടെ വിഴിഞ്ഞത്തെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് നല്ലൊരു സുവർണാവസരമാണ് ഇന്ത്യക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇത് ബുദ്ധിപരമായി അത് പ്ലാൻ ചെയ്ത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഹോർമൂസിൽ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 500 ഷിപ്പുകൾ വിഴിഞ്ഞം ഈ ഡെസ്റ്റിനേഷനിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നാണ്. അതായത് വേറെ ഒരു വഴിയില്ല. അപ്പൊ ഷിപ്പുകളെല്ലാം വഴി തിരിഞ്ഞ് ഈ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് വന്നു നിൽക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് വിഴിഞ്ഞം ആൾറെഡി ഉണ്ട്. അതിനുള്ള സൗകര്യം വിഴിഞ്ഞത്തുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും ആഫ്രിക്കയിൽ നിന്നായാലും ഒക്കെ തന്നെ ഈ ഭാഗത്തുനിന്ന് ശ്രീലങ്ക, ഓസ്ട്രേലിയ, ഇങ്ങനെ എല്ലാവർക്കും വേഗത്തിൽ വന്നു ചേരാൻ പറ്റുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. പക്ഷേ അവിടെ അത് ഇതുമാതിരി ചരക്ക് കയറി ഇറക്കാൻ പറ്റാവുന്ന തരത്തിൽ ആയി മാറണമെങ്കിൽ ലോഡിങ്ങും അൺലോഡിങ്ങും ശരിയായ രീതിയിൽ അവിടെ തുടങ്ങണം. ഇപ്പോ വിഴിഞ്ഞത്ത് ഷിപ്പ് വന്ന് അത് ചരക്കുകൾ, കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തു കൊണ്ടുപോകാനുള്ള ഇൻഫ്രാസ്ട്രക്ചറായ റോഡുകൾ ആണ് ഇപ്പോ ഇന്ത്യയിലല്ല കേരളത്തിൽ ഇല്ലാത്തത്. ഇപ്പൊ തന്നെ എന്താണ് തൃശ്ശൂര് വാളയാർ റോഡ് ഒരു 10 കൊല്ലം മുന്നേ അച്യുതാനന്ദൻ ഉള്ളപ്പോ അത് വീതി ഉറപ്പിച്ച് 2 ലൈനായി പണിത് വെച്ചതായിരുന്നു. ഇപ്പോ അത് 3 ലൈനായിട്ട് വീണ്ടും പൊളിച്ചു പണിയാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഹൈവേയിലുണ്ട്. സത്യത്തിൽ ഇത് ഇനി കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഈ പുതിയതായി പണിയുന്ന ഹൈവേകളൊക്കെ തന്നെ 8 വരിപ്പാത അല്ലെങ്കിൽ 12 വരിപ്പാത ആ ലെവലിൽ പണിതില്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എത്ര വലുതാക്കിയിട്ടും കാര്യമില്ല. ഒരു ചൈനയിലോ ഷാങ്കായിലൊക്കെ ഉള്ള മാതിരിയുള്ള റോഡ്, അതായത് അങ്ങോട്ടും 12 വരി ഇങ്ങോട്ടും 12 വരി ആയിട്ടുള്ള വലിയ വലിയ ഹൈവേകൾ ഉണ്ടാക്കിയാലാണ് അത് ഈ പോർട്ട് ശരിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ 10,000 ഷിപ്പുകൾ വന്ന് അൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഷിപ്പിലേക്ക് കയറ്റാനുള്ള സാധനങ്ങൾ വരണം. ഇതിനൊക്കെ നല്ല റോഡുകളും റെയിൽവേയും ഉണ്ടാക്കി വലിയ ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രം അതിലെ ഇറങ്ങിത്തിരിക്കണം. അതിന് സംസ്ഥാന സർക്കാരിന്റെ ശരിയായ സഹകരണം വേണം. എല്ലാം ഒത്തുകൂടി വന്നാലേ ഈ വിഴിഞ്ഞം പോർട്ടിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ പറ്റും. ഇതിലേറ്റവും ഇന്ത്യക്ക് കിട്ടുന്ന അവസരം പോലെ തന്നെ ഇത് കേരളത്തിനും കൂടി കിട്ടുന്ന വലിയൊരു വരുമാന മാർഗം കൂടിയായിട്ട് മാറും. അത് മനസ്സിലാക്കാൻ ഉള്ള ഭരണ സംവിധാനങ്ങൾ ഇവിടെ വേണം. ഇപ്പോ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല കെട്ടുകഥകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്രയും വലിയ ഒരു പോർട്ട് ഇത് ഈ സന്ദർഭത്തിലെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയാൽ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാലും നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാ ലോക രാജ്യങ്ങൾക്കും അതൊരു ഉപകാരമായി സംഭവിക്കുകയും ചെയ്യുമെന്ന് യാതൊരു സംശയവുമില്ല. ഇപ്പൊ തന്നെ ഈ ഹോർമൂസിൽ കൂടെ പോകുന്ന ഷിപ്പുകൾ അതിൽ കൂടെ പോകാൻ പേടിച്ചിട്ട് ഒക്കെ തൽക്കാലം വഴിമാറി വിഴിഞ്ഞം പോർട്ടിന്റെ ഇതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോ ഈ രീതിയിൽ വളരെ സാധ്യതയുള്ള ഒരു പോർട്ട് തന്നെയാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്നതിന് യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരും കൂടി അത് ആലോചിച്ച് ഈ ഒരു പ്രൊജക്ട് വലുതാക്കിയെടുത്താൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെന്റ് വരും. കാരണം ഇപ്പോഴുള്ള റോഡൊന്നും മതിയാവില്ല. റോഡ് മാർഗം, റെയിൽവേ മാർഗം ഒക്കെ ശരിയാക്കേണ്ടി വരും.
എന്നാലാണ് ആ പോർട്ടിന്റെ ശരിയായ ഉപയോഗം ഉണ്ടാവാൻ കാരണം ഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഷിപ്പിൽ കയറ്റാനുള്ള സാധനം ബൈ റോഡ് വരാനുള്ള അതിനൊക്കെ സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ തന്നെ നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ ആറ് ശരിക്കും പോകാൻ പറ്റില്ല, അത്ര റോട്ടിൽ റോഡില്ല, വാഹനങ്ങൾ കൂടുതലാ. അപ്പോ ആ ഇൻഫ്രാസ്ട്രക്ചർ ശരിയായ രീതിയിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഇപ്പൊ തന്നെ തുടങ്ങിയാലാണ് ഒരു 10 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് ഭരിക്കുന്നവർ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വിഴിഞ്ഞം പോർട്ട് ലോക ശ്രദ്ധ നേടുന്ന തരത്തിൽ അതിന്റെ പ്രവൃത്തി ചെയ്യാൻ ഇപ്പോൾ തന്നെ പ്ലാൻ ഉണ്ടാക്കി അത് ഉടനെ തന്നെ അതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകളും എല്ലാം ഉണ്ടാക്കി സർക്കാർ അതിൽ യാതൊരു അമാന്തവും കാണിക്കാതെ മുന്നോട്ട് വരണം. എന്നാൽ പോലും ഇവിടെ നമുക്കറിയാം ഇപ്പൊ കേരളത്തില് ഈ വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം കൂട്ടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ റെയിൽവേ ലൈൻ പലതും വളവും തിരിവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന റെയിൽവേ ആണ് ഇവിടെ ഉള്ളത്. അത് സ്ട്രെയിറ്റ് ആക്കി വേറെ ലൈൻ തന്നെ ട്രെയിൻ വലിക്കുന്ന പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോ. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ നമ്മുടെ മെട്രോമാൻ ശ്രീധരന്റെ ഒരു പുതിയ പ്രൊജക്ട് ഇപ്പൊ ആൾറെഡി കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, ഹൈ സ്പീഡ് റെയിൽ. അപ്പൊ അത് പണിയണം. അങ്ങനെ റെയിൽവേയുടെ ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു കുതിച്ചുചാട്ടം റെയിൽവേയിലും ഉണ്ടാകണം. അതുപോലെ തന്നെ ബൈ റോഡിലും വലിയ 12 ലൈനിലുള്ള റോഡുകൾ ചൈനയിലൊക്കെ ഉള്ള മാതിരി ആ റോഡുകളും പണിയുമ്പോൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെ അതിനുള്ള മാനസിക അവസ്ഥയും മാനസിക തയ്യാറെടുപ്പും സാമ്പത്തിക തയ്യാറെടുപ്പും എല്ലാം ഒന്നിച്ചു കൂടുമ്പോഴായിരിക്കും കേരള തീരത്തുള്ള ഈ വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയുടെ തന്നെ ലോകരാജ്യങ്ങളുടെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ വലിയ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കേരള സർക്കാരിന് സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി മറ്റ് ലോക രാജ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള വലിയ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിക്കും. വരുന്ന 5-6 വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 2030 എത്താനിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ചരക്ക് കപ്പലുകളെ ഉടൻ തന്നെ, അതായത് ഹോർമസിന്റെ ഒരു പ്രതിസന്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ എത്തിക്കാൻ സാധിക്കുമെന്നും ഇത് വലിയ സാമ്പത്തിക നേട്ടം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുമുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.